കൂട്ടുകെട്ട് കാരണം നശിച്ചുപോയി എന്ന് കേൾക്കുന്ന ഒരു പരാതി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കൂട്ടുകാരനാൽ അല്ലെങ്കിൽ കൂട്ടുകാരിയാൽ അവൻ അല്ലെങ്കിൽ അവൾ നശിച്ചുപോയി എന്നതിനേക്കാൾ നന്നായി എന്ന് പറയുന്നത് വളരെ വിരളമാണ് അല്ലേ? കൂട്ടുകാരാൽ ഒരു നന്നായി എന്ന് പറയുന്നതിനേക്കാൾ അധികം കേട്ടിട്ടുള്ളത് എന്താണ്? കൂട്ടുകെട്ടിനാൽ അവൻ അല്ലെങ്കിൽ അവൾ നശിച്ചുപോയി എന്നുള്ളതാണ്. നാം ആരെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ കൂട്ടുകാർ ആരാന്ന് അറിഞ്ഞാൽ മതി എന്നൊക്കെ അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നാം ആരെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കൂട്ടുകാർ ആരെന്ന് അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ജീവിത രൂപീകരണത്തിന് സുഹൃത്ത് ബന്ധങ്ങൾക്ക് നല്ല സ്വാധീനതയുണ്ട്. നല്ല കൂട്ടുകാർ നമ്മെ സൽക്കർമ്മങ്ങളിലേക്കും ചീത്ത കൂട്ടുകാർ നമ്മെ ദുഷ്കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകെട്ട് നല്ലതായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകാരന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇതെന്നെ എൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുള്ള ആളാണ്, ഈ കൂട്ടുകെട്ട് എന്നെ എവിടെ കൊണ്ട് എത്തിക്കുന്നത് ശാന്തമായി ചിന്തിക്കുവാൻ, നമുക്ക് ദോഷം വരുത്തുന്നതാണെങ്കിൽ ആ കൂട്ടുകെട്ട് ഒഴിവായി മാറുവാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. നമുക്കെപ്പോഴും ദൈവഭയത്തിൽ നമ്മൾ മാറ്റിക്കളയുന്ന, ദൈവിക കൂട്ടായ്മ നമ്മൾ അകറ്റിക്കളയുന്നതായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കൂട്ടുകെട്ടിലേക്ക് നമ്മൾ വരുന്നെങ്കിൽ ആ കൂട്ടുകെട്ട് നമുക്കൊരു അനുഗ്രഹമാണ്. അങ്ങനെ ദൈവത്തിലൂടെ അടുക്കുന്നതിലൂടെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ, ഉയർച്ച പ്രാപിപ്പാൻ, അഭിവൃദ്ധി പ്രാപിപ്പാൻ എല്ലാം കാരണമായി തീരും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നതായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ശാന്തമായി നിങ്ങളോട് ചോദിച്ചു നോക്കി, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്? ആ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായ നേട്ടം എന്താണ്, കോട്ടം എന്താണ്? കോട്ടങ്ങൾ വരുത്തി വെച്ച സുഹൃത്ത് ബന്ധങ്ങളാണ് ഉള്ളതെങ്കിൽ ആ സുഹൃത്ത് ബന്ധം ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ദോഷം വരുത്തുന്നതാണോ നന്മ വരുത്താണോ തിരിച്ചറിഞ്ഞ് നല്ല സുഹൃത്ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അങ്ങനെ നന്മയിലേക്ക് തിരിഞ്ഞ് അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.